2025 സെപ്റ്റംബർ 24-നാണ് സഹോദരനുമൊത്ത് കളിക്കുന്നതിനിടെയുണ്ടായ വീഴ്ചയിൽ വിനോദിനിയുടെ വലതുകൈയിലെ എല്ലുപൊട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വീട്ടിലുമായി ചികിത്സയിൽ കഴിയേണ്ടി വന്നതോടെയാണ് പല്ലശ്ശന ഒഴിവുപാറ ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വിനോദിനിയുടെ പഠനം തടസ്സപ്പെട്ടത്. ക്ലാസുകൾ കുറെ നഷ്ടപ്പെട്ടെങ്കിലും വാർഷിക പരീക്ഷയ്ക്ക് മുൻപ് സ്കൂളിലെത്താനും സഹപാഠികളെയും അധ്യാപകരെയും കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് വിനോദിനി. രാവിലെ അസംബ്ലി നടക്കുന്ന സമയം സ്കൂളിലെത്തിയ വിനോദിനിയെ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് ക്ലാസ്സിലെത്തിയ വിനോദിനിക്കൊപ്പം സഹപാഠികളും കൂടിയതോടെ സാന്ത്വനത്തിന്റെ കാഴ്ചകളാണ് കാണാനായത്. നിർമ്മാണ തൊഴിലാളിയായ വിനോദിന്റെയും പ്രസീതയുടെയും മകളാണ് വിനോദിനി. കൊഴിഞ്ഞാമ്പാറയ്ക്കടുത്ത് വിനോദും കുടുംബവും താമസിക്കുന്ന വാടക വീടിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു അപകടം. തിങ്കളാഴ്ച രാവിലെ കുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദിനി സ്കൂളിലെത്തും. വിനോദിന്റെ കുടുംബത്തിനായി പല്ലാവൂരിൽ കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ വാങ്ങി നൽകിയ 5 സെന്റ് സ്ഥലത്ത് മറ്റൊരു സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പല്ലാവൂർക്കാട്ടിലെ ഈ സ്ഥലത്ത് സ്വന്തമായി വീടൊരുങ്ങുന്നതുവരെ കുട്ടിയുടെ പഠന സൗകര്യാർത്ഥം വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാനാണ് കുടുംബം ഉദ്ദേശിക്കുന്നത്. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.